ഹലോ, ഇത് സാറ്റർഡേ മോർണിംഗ് എടുത്തുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണെന്നല്ലേ, സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് കേട്ടോ. മോന് ഒരു ഓറിയൻറ്റേഷൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു സ്കൂളിൽ. അപ്പം ക്ലാസ്സൊക്കെ തുടങ്ങി. മോൻ 1ാം ക്ലാസ്സിലേക്കാണ്. അതുകൊണ്ട് 1ാം ക്ലാസ്സിലുള്ള പുതിയ കുട്ടികൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും പാരൻസിനെയും ടീച്ചേഴ്സിനെയും പരിചയപ്പെടാനുമുള്ള ഒരു അവസരമായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ രാവിലെ തന്നെ. അപ്പോൾ മോൾക്ക് ക്ലാസ് ഉണ്ട്. അവൾ ഹൈസ്കൂൾ ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് അവൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെയാണ് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ 2 ഫ്രണ്ട്സ് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കിവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ ബാംഗ്ലൂർ തന്നെ. കാരണം ഒട്ടുമിക്ക ഫ്രണ്ട്സും ഇവിടെ കുട്ടികളുടെ സ്കൂളിലെ കുട്ടികളുടെ പാരൻസാണ്, മലയാളീസാണ് ഇവരൊക്കെ. അപ്പം അങ്ങനെ ഇവരുമായിട്ട് പരിചയപ്പെട്ടതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാ പരിപാടികൾക്കും ഒന്നിച്ചുണ്ടാവാറുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഗെറ്റ് ടുഗദർ പോലെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കൂടെ ഒന്നിച്ച് ചേരാറുണ്ട്. ഓണവും വിഷുവും അതുപോലെ ക്രിസ്മസോ അതുപോലെ എന്ത് പരിപാടികളുണ്ടെങ്കിലും ഞങ്ങൾ ഒന്നിച്ചാണ് സെലിബ്രേറ്റ് ചെയ്യാറുള്ളത്. അപ്പം അങ്ങനെയുള്ള തിക് ഫ്രണ്ട്സാണ് നമ്മൾ. നാട്ടിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് കേട്ടോ. എല്ലാവരും ഒരേ സ്ഥലത്തൊന്നും അല്ല. കേരളത്തിലെ പല സ്ഥലങ്ങളിലായിട്ടുള്ള ആളുകളാണ്. ഞങ്ങൾ കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ്. അപ്പം അവിടെ പോയതിന് ശേഷം ഞങ്ങൾ മോനെ അവിടെ ആക്കിയതിന് ശേഷം പിന്നെ മോൾക്ക് മുടി വെട്ടാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ സാധാരണയായിട്ട് ഇവിടെയാണ് എല്ലാ ഹെയർ കട്ടിങ്ങും അതുപോലെ ഞാൻ ബോട്ടോക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. സ്പെഷ്യലായിട്ട് ഇവർ ഹെയർ സലൂണാണ്. ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകളെല്ലാം അവർ ചെയ്യാറുണ്ടെങ്കിലും കൂടെ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ ഹെയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് ഇവിടെ വരാറുള്ളത് കേട്ടോ. അപ്പം മോളുടെ ഹെയർ ആണെന്ന് കട്ട് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ മോളുടേത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3-4 വർഷമായിട്ട് ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അങ്ങനെ ഹെയറൊക്കെ വാഷ് ചെയ്തതിന് ശേഷം പിന്നെ ഹെയർ കട്ടിങ്ങിലേക്ക് കടന്നു. ഇദ്ദേഹമാണ് നമുക്ക് നല്ല ഭംഗിയായിട്ട് ഹെയറിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ജാവേദ് ഹബീബ് എന്നാണ്. ഒരുവിധം എല്ലാം ഓൾ ഓവർ ഇന്ത്യ ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട് കേട്ടോ. അപ്പം ഇവരെ ഹെയർ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര എനിക്ക് കംഫർട്ടബിളാണ്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡും ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആളുടെ പേര് മുസ്തഫ എന്നാണ്. അപ്പോൾ മുസ്തഫയാണ് സാധാരണയായിട്ട് ഞാൻ പോകുന്ന സമയത്ത് എനിക്ക് ചെയ്യാറുള്ളത്. പിന്നെ അവിടെ ദിലീപ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാഫ് കൂടെ ഉണ്ട്. അവരും അതേപോലെ വളരെ നമ്മളുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ, അതായത് എല്ലാവരും കൂടെ മക്കളെ അവിടെ നിർത്തി. അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ മോളും എൻ്റെ 2 മക്കളും അവരെ വീട്ടിൽ നിന്നതിന് ശേഷം ഞാനും ഹസ്ബൻഡും അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ടും അവളുടെ ഹസ്ബൻഡും കൂടെ ഒരു സ്ഥലം വരെ പോവുകയാണ് കേട്ടോ. ഇത് ബാംഗ്ലൂർ തന്നെ മടിവാള എന്ന് പറഞ്ഞ സ്ഥലമാണ്. മടിവാളയ്ക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ സ്റ്റാർട്ടപ്പ് പാർക്ക് ഉണ്ട്. അപ്പം അവിടേക്ക് ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പം അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറേ തമാശകൾ പറഞ്ഞു. എൻ്റെ ഈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഭയങ്കര നമ്മൾ റിലാക്സ് ആവും. എന്തെങ്കിലും വിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവളുടെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം സംസാരിക്കുകയാണെങ്കിൽ ഭയങ്കര റിലാക്സാണ്. എന്താ പറയുക, നമ്മൾ അത്രയും സിമ്പിളായിട്ട് ആണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വലിയ കാര്യമായിട്ടുള്ളതൊന്നും അല്ലെങ്കിലും കൂടെ ഇങ്ങനെ തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഭയങ്കര റിലാക്സാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. പിന്നെ നല്ല മഴ പെയ്തു. അപ്പം മഴയത്ത് ഞങ്ങൾ കോട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ തിരിച്ചു പോരുകയാണ് കേട്ടോ. ഇതൊക്കെ മടിവാളയിൽ നിന്ന് തിരിച്ചു വരുന്ന റൂട്ടുകളാണ്. അപ്പം ഞങ്ങൾ 2 പേരും ഒരു ബൈക്കിലും അവർ 2 പേരും ഒരു ബൈക്കിലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് നേരം അവർ മുമ്പിലെത്തുകയാണെങ്കിൽ അവരവിടെ വെയിറ്റ് ചെയ്ത് ഞങ്ങളെ വിളിക്കും. പിന്നെ ഞങ്ങൾ ഇതാക്കും. അങ്ങ് കുറേ നല്ല നല്ല ഫണ്ണായിരുന്നു സംഭവം. അങ്ങനെ അവരെ ഫോളോ ചെയ്ത് ഞങ്ങൾ അവരെ മുമ്പിലായിട്ടും അങ്ങനെ കുറേ നേരം നല്ല രസമായിട്ട് പോയി. പിന്നെ കുറേ നേരം പിന്നെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കയറി അതൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരുപാടൊരു ഫണ്ണായിട്ടുള്ളൊരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തുന്നത് ഏകദേശം ഒരു 10 മണി 10:30 ആയിട്ടുണ്ടാവും.
അപ്പം അത്രയും സമയം ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ഫണ്ണി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ വളരെ ഫണ്ണായിട്ടുള്ള ദിവസമായിരുന്നു, കാരണം അവരും അവിടെ എൻജോയ് ചെയ്തു കേട്ടോ.